ഘടകപൂരങ്ങളുടെ വരവ് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. കണിമംഗലം ശാസ്താവാദ്യമെത്തി തുടർന്ന് ഓരോ ഘടകപൂരങ്ങളുമായി എത്തിത്തുടങ്ങി. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനും വടക്കുംനാഥനിലെത്തി. രാവിലെ 11:30 മഠത്തിൽ വരവ് പഞ്ചവാദം നടക്കും. ഉച്ചയ്ക്ക് 2:30 ലജിത്രമേളം കൊട്ടിക്കയറുക. 5 മണി കുടമാറ്റ സമയം പരിമിതിപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും പൂരബന്ധ ആവേശത്തിൽ കൊട്ടിക്കയറുകയാണ്. നിരവധി പൂരപ്രേമികൾ അങ്ങോട്ടേക്ക് എത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. CV അനുമോദും G ശ്രീജിത്തുമുണ്ട്. അനുമോദ്, പൂരം അക്ഷരാർത്ഥത്തിൽ കൊട്ടിക്കയറുകയാണ്. രഞ്ജിത്ത്, പൂരം പൊടിപൂരം പുരുഷാരം, പൂരത്തിന്റെ ആവേശം അങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ കണ്ണുകളും തെക്കേ ഗോപുര നടയിലേക്കാണ്. ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ തെക്കേ നടയിറങ്ങി ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി അല്പസമയത്തിനകം തെക്കേ ഗോപുര നട ഇറങ്ങും. ഒരു തെക്കോട്ടിറക്കത്തിന് സമാനമായ ആവേശത്തിലാണ് ഇപ്പോൾ ഈ ഒരു പൂരനഗരി ഒന്നാകെ ഉള്ളത്. നമ്മൾ മുൻപൊക്കെ ഈ പൂര വിളംബര സമയത്ത് രാമചന്ദ്രൻ തെക്കേ നട തുറന്നിറങ്ങുന്നത് കാണുവാനുള്ളൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. അന്ന് ഈ കുടമാറ്റത്തിന് സമാനമായൊരു തിരക്ക് ആ ദിവസം നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പോൾ അതിന് സമാനമായൊരു തിരക്കാണ് തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ നമുക്ക് കാണാനാകുന്നത്. ആനപ്രേമികൾ, പ്രത്യേകിച്ച് രാമചന്ദ്രന്റെ ആരാധകർ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും തെക്കേ ഗോപുര നടയിലേക്ക് നീണ്ടിരിക്കുന്നു. മൊബൈൽ ഫോണുകളിലും ക്യാമറകളിലും ഒക്കെ രാമചന്ദ്രൻ ആ തെക്കേ നട ഇറങ്ങി പുറത്തിറങ്ങുന്ന കാഴ്ച പകർത്താനായിട്ടുള്ള വലിയ മത്സരമാണ്, വലിയ ആവേശമാണ്, വലിയ ആകാംക്ഷയാണ് നമുക്കിവിടെ കാണാനാകുന്നത്. നേരത്തെ കാരമുക്ക് ഭഗവതി തെക്കേ ഗോപുരത്തിൽ ഇറങ്ങി റോഡിലേക്ക് എത്തിയിരിക്കുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഇറങ്ങുകയാണ്. കാഴ്ച നമുക്ക് കാണാം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പ്രജാപതി, ഏകഛത്രാധിപതി ഇതാ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നടയിറങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി പൂരത്തിന്റെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ആവേശകരമായ നിമിഷം. പൂരപ്രേമികൾ, ആനപ്രേമികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നട ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നു. അനുമോദം, എന്തൊരു ആരവമാണ്, എന്തൊരു ആവേശമാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ പൂരത്തിന്റെ ഏറ്റവും വലിയ ആരവം. ഇതാ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നട കടന്നെത്തി ആരാധകരെ, ഈ പൂരപ്രേമികളെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച. ചെമ്പൂക്കാവിലെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട കടന്ന് മറ്റൊരു തെക്കോട്ടിറക്കം പോലെ, മറ്റൊരു പൂര വിളംബരം പോലെ അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വലിയ ആവേശത്തോടുകൂടി ഇതാ രാമൻ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ രാമനെ കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഈ ജനത മുഴുവൻ ഉണ്ടായിരുന്നത്. രാവിലെ കണിമംഗലം ശാസ്താവിന്റെ വരവ് മുതൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ആളുകൾ വന്ന് ചേരാൻ തുടങ്ങിയതാണ്. 10:15 കൂടിയാണ്, അല്ലെങ്കിൽ 10 മണിയോട് കൂടിയാണ് രാമൻ എത്തുക എന്നുള്ള വിവരമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതിന് മുൻപ് തന്നെ, ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് തന്നെ ഈ തെക്കേ ഗോപുര നടയ്ക്ക് തൊട്ടപ്പുറത്ത് വന്ന രാമനും ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വന്ന് അവിടെ മേളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഈ ഒരു കാത്തിരിപ്പാണ്, ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രാമനിത എത്തിയിരിക്കുന്നു. തെക്കേ ഗോപുര നട കടന്ന് രാമൻ എത്തിയിരിക്കുന്ന മനോഹരമായ കാഴ്ച. ഒരുപക്ഷെ ഈ പൂരപ്രേമികളെ അവരുടെ ആവേശം, എത്ര വലിയ സങ്കടങ്ങൾക്കിടയിലും അവരുടെ ആവേശം വാനോളം ഉയരുന്ന കാഴ്ച. അവർ എല്ലാം മതിമറന്ന് ആവേശത്തോടെ രാമനെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പൂരത്തിന്റെ ഇപ്പോഴാണ് അതിന്റെ ഒരു പരിപൂർണമായ ഒരു ഊർജത്തിലേക്ക്, ഒരു ആവേശത്തിലേക്ക്, ആ ഒരു വികാരത്തിലേക്ക് തൃശ്ശൂർ എത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ മുതൽ പൂരം തുടങ്ങി വിളംബരം നടന്നു എന്നതെല്ലാം ശരിയാണ്. പക്ഷേ ഇത്തവണ പല സങ്കടങ്ങളുടെയും ഇടയിലായിരുന്നു ഈ പൂരം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ തൃശ്ശൂരിലെ പൂരപ്രേമികൾക്കാകെ ആവേശം നിറഞ്ഞ രാമൻ, ആ രാമനിതാ മന്ദം തെക്കേ ഗോപുര നട കടന്ന് മുന്നോട്ടേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് അനുമോദ്. തീർച്ചയായും ഘടകപൂരങ്ങളെല്ലാം വടക്കുന്നാഥനിൽ സംഗമിക്കുകയാണ്. ഘടകപൂരങ്ങളെല്ലാം വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിലാണ് മഹാപൂരം, മഹാജനാവലി, ജനസാഗരം ഇവിടെ ഒഴുകിയെത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാവുന്ന ദൂരത്തൊക്കെ രാമന്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും ഒക്കെ ഉയർന്നിരിക്കുന്നു. കാണാവുന്ന ദൂരത്തെല്ലാം രാമനെ കാണാനുള്ള ജനങ്ങളുടെ നിരന്നിരിക്കുന്നു. ജനസാഗരം, പുരുഷാരം എന്നൊക്കെ പറയില്ലേ, തെക്കേ ഗോപുരത്തിലൂടെ മാത്രം ആവേശത്തിലാകുന്നത് ഈ ഒരു പൂരത്തിന്റെ ഈ ഘട്ടത്തിൽ ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ആവേശമുള്ള സമയം. ഏറ്റവും അധികം ആളുകൾ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒരേ ിലേക്ക് കാത്തിരിക്കുകയായിരുന്നു ഇത്രയും സമയം.
രാമചന്ദ്രന്റെ ആ രാജകീയമായിട്ടുള്ള ആ കടന്നുവരവിനായുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഇത്രയും നേരം. അതിലേക്കാണ് ആരവങ്ങൾക്കിടയിൽ ചെമ്പൂക്കാവ് ഭഗവതിയുടെ ദിടപ്പറ്റി തെച്ചിക്കോട്ട രാമേന്ദ്രൻ നടന്നിറങ്ങിയിരിക്കുന്നത്. അത്രമാത്രം ആവേശമാണ്, അത്രമാത്രം പൂരത്തിന്റെ ആഘോഷത്തിന്റെ രാമേന്ദ്രൻ ഇതാ തെക്കേ ഗോപുര നടക്ക് മുമ്പിൽ. ഇനി മേളത്തിന്റെ സമയമാണ്. ആ മേളത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.